Shamanasiante, Andalumeni antilitofi, Andali marofiti antu, Delimeti antulumeti antulumeti antu, Delimeti antulefeni antulumeti, Dekini antulumeti. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചെറിയൊരു വേദഭാഗം ചിന്തയ്ക്കായിട്ട് വരികയാണ്. സ്തോത്രം. ചെറിയൊരു വേദഭാഗം ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥനകളെക്കുറിച്ചാണ്. സ്തോത്രം. പ്രാർത്ഥനകളെക്കുറിച്ച് ചെറിയൊരു വേദഭാഗം ചിന്തയ്ക്കായിട്ട് എടുക്കുകയാണ്. സ്തോത്രം. ചില പ്രാർത്ഥനകൾ നമുക്ക് പെട്ടെന്ന് കേൾക്കും. ചില പ്രാർത്ഥനകളുടെ മറുപടി ദൈവം പെട്ടെന്ന് കേൾക്കും. എന്നാൽ ചില പ്രാർത്ഥനകളുടെ ഉത്തരം കേൾക്കുന്നത് ദൈവത്തിൻ്റെ സമയം വെച്ച് ആ സമയത്ത് മാത്രമേ ചില പ്രാർത്ഥനകൾക്ക് മറുപടി വരത്തുള്ളൂ. സ്തോത്രം. അതിൻ്റെ ഒറ്റ ഒരു വാക്യം വായിച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 1-9 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവനെ നിറക്കുവാൻ നിന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായി കണ്ടിട്ട് അവന് പ്രത്യക്ഷനായി. സെഖര്യാവ് അവനെ കണ്ടിട്ട് ഭ്രമിച്ച് ഭയപരവശനായി. സ്തോത്രം. സെഖര്യാവെന്ന പുരോഹിതൻ എന്ന പുരോഹിതൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു വിഷയത്തിൻ്റെ പ്രാർത്ഥനയാണ്. അനേക ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിത ശുശ്രൂഷയാണ് സെഖര്യാവിനുള്ളത്. എന്നാൽ സെഖര്യാവ് തൻ്റെ വിവാഹം കഴിഞ്ഞ സമയം മുതൽ കാത്തിരിക്കുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുമ്പോൾ സ്വന്തം തലമുറകൾക്ക് വേണ്ടി സ്വന്തമായൊരു തലമുറ ജനിക്കാൻ വേണ്ടി സെഖര്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സെഖര്യാവ് പ്രാർത്ഥിക്കും തോറും സെഖര്യാവിന് ലഭിക്കുന്നില്ല. സ്തോത്രം. ഏജ് ആയ സെഖര്യാവിന് ദൈവം വെച്ചൊരു സമയം വരുമ്പോൾ ഒരു ദൂതൻ്റെ പ്രത്യക്ഷപ്പെടലുണ്ടാകുകയാണ്. സ്തോത്രം. സെഖര്യാവ് പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പ്രാർത്ഥനയുടെ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച ഒരു മറുപടി ദൈവം ഒരു ദൂതനെ വിട്ട് കൊടുക്കുകയാണ്. ഒരു ദൂതൻ, ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ആ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന മറുപടി, വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ മറുപടി ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കൊടുക്കുകയാണ്. സ്തോത്രം. അവിടെ സെഖര്യാവിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണമായി സെഖര്യാവിനെ അതിശയിക്കുന്ന തലത്തിൽ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഇറങ്ങിയത് സാധാരണ ദൂതനല്ല, ഗബ്രിയേൽ ദൂതനാണ്. അവിടെ സ്വർഗത്തിൻ്റെ പ്രധാനപ്പെട്ട ദൂതന്മാരിൽ, പ്രധാനപ്പെട്ട ലീഡർമാരിൽ ഒരാളാണ് സെഖര്യാവ്. അവിടെ ഗബ്രിയേൽ എന്ന് പറയുന്ന ദൂതൻ, ആ ദൂതൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് സെഖര്യാവിന് മറുപടി കൊടുക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ ഒരു മറുപടിയാണ്. സ്തോത്രം. അത്ര വർഷക്കാലം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ മറുപടി സെഖര്യാവിന് കൊടുക്കുകയാണ്. നിനക്ക് തലമുറ ജനിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു മറുപടി കൊടുക്കുകയാണ്. സെഖര്യാവിന് പോലും അതിശയിക്കുന്ന തലത്തിൽ ഒരു മറുപടി വരുമ്പോൾ സെഖര്യാവിന് വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണമായിട്ടൊരു മറുപടി വരികയാണ്. ചില പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് അതിൻ്റെ ഉത്തരമായിട്ട് ലഭിക്കത്തുള്ളൂ. സ്തോത്രം. അത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം വയ്ക്കുന്ന സമയത്തല്ലാതെ നമുക്ക് അതിൻ്റെ മറുപടികളും അതിൻ്റെ ഒരു കാര്യങ്ങളും വരത്തില്ല. സ്തോത്രം. നമുക്ക് അതിൻ്റെ ഏത് കാര്യങ്ങളും വരണമെങ്കിൽ ദൈവത്തിൻ്റെ സമയമാകണം. ദൈവത്തിൻ്റെ സമയമായാൽ മാത്രമേ ചിലതിൻ്റെ ഉത്തരങ്ങളും ചിലതിൻ്റെതെല്ലാം വരത്തുള്ളൂ. സ്തോത്രം. അവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും. അതിൻ്റെ അതേ അധ്യായത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. അതിൻ്റെ അതേ അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷൻ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവരുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, എന്ന് നിന്നോടുകൂടി
ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. സ്തോത്രം. ആറാമത്തെ മാസത്തിൽ പ്രത്യക്ഷപ്പെടൽ നടക്കുകയാണ്. വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പും ഇസ്രായേൽ മക്കളുടെ ഒരു പ്രാർത്ഥനയുടെ മറുപടിയുമാണ് വരുന്നത്. സ്തോത്രം. ആദാമിന്റെ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞൊരു വാക്കാണ്. സ്തോത്രം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തകർക്കുമെന്നുള്ള വാഗ്ദത്തം. ആ വാഗ്ദത്തവും ആ പ്രാർത്ഥനകളും നീണ്ടു നിന്ന വർഷങ്ങളോളം പ്രാർത്ഥിക്കുന്നു. ആ നീണ്ടു നിൽക്കുന്ന വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും മറ്റു പല പ്രവാചകന്മാർ, യേശയ്യാവ് പ്രവചിച്ചു, മറ്റു പല പ്രവാചകന്മാർ യേശു കർത്താവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്, എന്നാൽ അത്ര വർഷം ആ പ്രാർത്ഥന കാത്തു നിന്നിട്ടും പല പ്രവാചകന്മാർ പ്രവചിച്ചിട്ടും യേശു കർത്താവിൻ്റെ ജനനം വന്നത് ദൈവത്തിൻ്റെ സമയമായപ്പോഴാണ്. നമ്മൾ എത്ര പ്രാർത്ഥിക്കുമ്പോഴായിരുന്നാലും ചില പ്രാർത്ഥനകളുടെ വിഷയങ്ങൾ നീണ്ടു പോകുന്നത് അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ദൈവത്തിന് ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവം ഒരു സമയത്തെ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ പോലും അറിയാതെ അതിൻ്റെ മറുപടികൾ ഇറങ്ങി വരും. സ്തോത്രം. അതുവരെ ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ചില ദൂതന്മാരിലൂടെയും ചില പ്രവാചകന്മാരിലൂടെയും തന്നുകൊണ്ടിരിക്കും. എന്നാൽ ദൈവം വെച്ച സമയത്ത് മാത്രമേ അതിന് യഥാർത്ഥമായിട്ടുള്ളത് നിനക്ക് ലഭിക്കത്തുള്ളൂ. സ്തോത്രം. നിന്റെ കാത്തിരിപ്പ് ഒരിക്കലും അവസാനിക്കത്തില്ലെന്നില്ല. ആ കാത്തിരിപ്പിൽ നീ ഏത് വിഷയത്തിനാണോ വർഷങ്ങളോളം നീ കാത്തിരിക്കുന്നത്, അതേ കാത്തിരിപ്പിൽ നിനക്കൊന്ന് ആവശ്യമാണ്: വിശ്വാസത്തോടെ കാത്തിരിക്കുക. സ്തോത്രം. പ്രത്യാശയോടെ കാത്തിരിക്കുക. ഒന്ന്, വിശ്വാസത്തോടെ കാത്തിരിക്കുക. രണ്ട്, പ്രത്യാശയോടെ കാത്തിരിക്കുക. ദൈവം ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിനക്ക് കൃത്യസമയത്ത് ദൈവം നിനക്ക് ചിലത് തുറന്നിരിക്കും, നിനക്ക് ചിലത് പ്രത്യക്ഷപ്പെട്ടിരിക്കും. നിനക്ക് തലമുറ ജനിക്കുമെന്ന് പറഞ്ഞാൽ ആ തലമുറ ജനിക്കുന്നത് അത് നിന്റെ സമയത്തല്ല, ദൈവം പറഞ്ഞ സമയത്ത് തന്നെയാണ്. ദൈവം പറഞ്ഞ സമയത്ത് തന്നെയാണ് ഒന്ന് ജനിക്കുന്നത്. സ്തോത്രം. യേശു കർത്താവ് ജനിക്കുമെന്ന് പറഞ്ഞത്, യേശു കർത്താവ് വരുമെന്ന് പറഞ്ഞത്, സ്തോത്രം, യേശു കർത്താവ് ജനിക്കുമെന്ന് പറഞ്ഞത് പ്രവാചകന്മാർ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇവിടെ പറയുവാനായിട്ടിടയായി ഏതേൻ തോട്ടത്തിൽ വെച്ച്, ഏതേനിൽ വെച്ച് വാക്ക് കൊടുത്തു. ഏതേനിൽ വെച്ച് പിതാവായ ദൈവം അവരെടുത്ത് പറഞ്ഞു, ആദാമിനടുത്ത് ഹവ്വയെടുത്ത് പറഞ്ഞു. അന്ന് മുതൽ ആദാം മുതൽ കാത്തിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടിയാണ്. അന്ന് മുതൽ ഓരോരുത്തരും മാറി മാറി പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഓരോ ജനറേഷനും ഇസ്രായേൽ മക്കൾ ഓരോരുത്തരും രക്ഷകന്റെ ജനനത്തിന് വേണ്ടി കാത്തിരുന്നു. ആ കാത്തിരിപ്പിൽ അവർ മടുത്തു പോകാതെ അവർ കാത്തിരുന്നു കൊണ്ടേയിരുന്നു. സ്വത്രം. അവരുടെ പ്രാർത്ഥന ലോങ് ടൈമായി വർഷങ്ങളോളം ഇങ്ങനെ കാത്തിരുന്ന് യേശയ്യാവ് പ്രവചിച്ചു. യേശയ്യാവ് യേശു കർത്താവിനെ കുറിച്ച് സകല വിഷയങ്ങളും യേശയ്യാവിനെ കുറിച്ച് പ്രവചിച്ചു. നിന്റെ പ്രാർത്ഥനകൾ നീണ്ടു പോകുന്നെങ്കിൽ കർത്താവിന് നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കർത്താവിന് നിന്റെ കൂടെ സ്നേഹമുണ്ട്. നിനക്ക് ലഭിക്കാൻ പോകുന്ന മറുപടി അത് വലിയൊരു മറുപടി തന്നെയാണ്. അത് നിന്റെ സമയത്തല്ല ലഭിക്കുന്നത്, അത് യേശു കർത്താവ് വെച്ച ഒരു സമയമുണ്ട്, അത് ദൈവം സെറ്റ് ചെയ്ത് വെച്ച സമയമുണ്ട്. ആ സമയത്ത് നീ എവിടെയായിരുന്നാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അത്ഭുതമായി നടന്നിരിക്കും. സ്തോത്രം. നമുക്ക് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ജോസേഫ് എന്നൊരു വ്യക്തി. സ്തോത്രം. ജോസേഫ് എന്നൊരു വ്യക്തി. ആ ജോസേഫിനെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. ജോസേഫ് വളരെ ചെറുപ്പത്തിൽ ഒരു ദർശനം കാണുകയാണ്. 2 ദർശനം കാണുകയാണ്. രണ്ടും ദൈവം കാണിച്ചു കൊടുത്ത ദർശനമാണ്. കറ്റകൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതും സൂര്യചന്ദ്രന്മാർ നക്ഷത്രങ്ങൾ നമസ്കരിക്കുന്നതും ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ദൈവം ഇങ്ങനത്തെ ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ബട്ട് ഈ ഒരു ദർശനത്തിൻ്റെ യഥാർത്ഥ ഒരു പൊസിഷന് വേണ്ടി ജോസേഫ് വർഷങ്ങളോളം കാത്തിരുന്നു. അന്ന് വരെ ജോസേഫ് കടന്നുപോയ പൊട്ടക്കുഴിയിലൂടെ കടന്നുപോയി, അടിമച്ചന്തയിലൂടെ കടന്നുപോയി. ജോസേഫ് മറ്റു പല പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയിട്ട് തിരുവചനം പറയുന്ന ജോസേഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു എന്ന് തിരുവചനം പറയുന്നുവെങ്കിൽ നിന്റെ കാത്തിരിപ്പിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുവരെയും നീ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്.
സ്തോത്രം. ദൈവത്തിൻ്റെ സമയമായപ്പോൾ, ദൈവത്തിൻ്റെ സമയമാകുവാൻ നമുക്ക് കാണാൻ കഴിയും. ജോസഫ് കാരാഗൃഹത്തിലായിരുന്നു. ആ ജോസഫിൻ്റെ മേൽ ദൈവം ഇടപെട്ട് ജോസഫിൻ്റെ പൊസിഷൻ മാറുകയാണ്. നിന്റെ പ്രാർത്ഥനകൾ നീ മടുത്തു പോകരുത്. നീ എത്ര ഇരുന്നാലും, നീ എവിടെ ഇരുന്നാലും ദൈവത്തിൻ്റെ സമയമെന്ന് പറഞ്ഞതൊന്നുണ്ടെങ്കിൽ അതേ സമയത്ത് നിന്റെ പൊസിഷനുകളെ മാറ്റും. 2, നിന്റെ പേര് ചില സ്ഥലത്ത് വെളിപ്പെടുത്താൻ ദൈവം തുടങ്ങും. സ്തോത്രം. അത് ദൈവത്തിന് സമയം വെച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നീ വർഷങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി, പ്രാർത്ഥനയുടെ മറുപടി ദൈവം ചില സ്ഥലത്ത് നിന്റെ പേരുകൾ വെളിപ്പെടുത്താൻ തുടങ്ങും. അന്ന് വരെ ഇല്ലാത്ത പരിചയങ്ങൾ നിനക്ക് വരും. സ്തോത്രം. അന്ന് വരെ ഇല്ലാത്തൊരു ചിലത് നിനക്ക് നിന്റെ അപ്ഡേഷനായിട്ട് തുടങ്ങും. സ്തോത്രം. ജോസഫിന് നോക്കുമ്പോൾ കാണാൻ കഴിയും. ജോസഫിന് അന്ന് വരെ കാരാഗ്രഹത്തിൽ ഇല്ലാത്തവന് അവൻ്റെ പേര് ഒരു സ്ഥലത്ത് വെളിപ്പെടുത്തുകയാണ്. രാജാവിൻ്റെ അടുത്ത് വെളിപ്പെടുത്തുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതും കേൾക്കാൻ പോകുന്നതുമായ വ്യക്തികൾ, നിന്റെ ലോങ് ടൈമായിട്ടും വർഷങ്ങൾ കൊണ്ടും ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ നിവൃത്തിയായിട്ടില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിന്റെ സകല പ്രാർത്ഥനയ്ക്കും മറുപടിയുമായിട്ട് ചില സ്ഥലത്ത് വന്നിരിക്കും. സ്തോത്രം. നീ അതുവരെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ സമയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, നിനക്ക് ചില പുതിയ റിലേഷനുകൾ വരും. 2, നിനക്ക് അപ്ഡേഷനുകൾ ലഭിക്കും. നിനക്ക് മടുത്തു പോകാതെ നിന്റെ പ്രാർത്ഥനയുടെ അടുത്തൊരു തലം നിനക്ക് വെളിപ്പെടും. സ്തോത്രം. നിന്റെ പൊസിഷനുകളെ മാറാൻ തുടങ്ങും. സ്തോത്രം. അന്ന് വരെ ഇല്ലാത്തതിനെ നിങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ജോസഫിനെ നോക്കുമ്പോൾ കാണാൻ കഴിയും. ജോസഫ് പ്രാർത്ഥനയിലൂടെ നേടിയ, ജോസഫ് കാത്തിരുന്ന ആ ഒരു പൊസിഷൻ അപ്ഡേഷൻ ആകുന്നത്, എത്ര വർഷങ്ങൾക്ക് മുമ്പ് നീ കേട്ട വാഗ്ദത്തങ്ങളായിരുന്നാലും നീ മറന്നാലും ദൈവം മറക്കത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് അനേക വർഷങ്ങൾ നീ നിന്റെ പ്രാർത്ഥനയുടെ മുറിക്കകത്തും, നീ നിന്റെ കൂട്ടായ്മയുടെ മുറിക്കകത്തും നീ ഒഴുക്കിയ കണ്ണുനീരും നീ കേട്ട ദൈവശബ്ദങ്ങളും ദൈവം മറന്നുപോയിട്ടല്ല. ദൈവം എത്ര കേട്ടാലും നീ ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ നീ എഴുന്നേറ്റിരിക്കും. എവിടെ നിന്നാലും നീ എഴുന്നേറ്റ് ദൈവം നിന്റെ അടുത്ത് പറഞ്ഞ സകലവിധ വാഗ്ദത്തങ്ങൾക്കകത്തും നീ കയറി നീ അടുത്തൊരു പൊസിഷൻ്റെ അകത്തെത്തും. സ്തോത്രം. മറിയടുത്ത് പറയുകയാണ്. മറിയടുത്ത് ദൈവശബ്ദം പറയുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുകയാണ്. സ്തോത്രം. മറിയ മറ്റുള്ളവരെ പോലെ സംശയം ചോദിച്ചത് എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുകയാണ്. സ്തോത്രം. അവിടെ ദൂതൻ പറയുന്ന വാക്കുണ്ട്, ഇത് പരിശുദ്ധാത്മാവിനാൽ നടക്കും. സ്തോത്രം. നീ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. നീ കേട്ട വാഗ്ദത്തങ്ങളും നീ കേട്ട ദൈവശബ്ദങ്ങളും, വർഷങ്ങൾ കൊണ്ട് നീ കാത്തിരിക്കുന്ന ദൈവശബ്ദമുണ്ട്. വർഷങ്ങൾ കൊണ്ട് നീ കാത്തിരിക്കുന്ന ഓരോ അത്ഭുതമുണ്ടെങ്കിൽ ദൈവം ഈ 2026, 27 ദൈവം ചിലത് നിനക്ക് നിവർത്തീകരിക്കും. അത് ദൈവത്തിൻ്റെ സമയത്താണ്. ദൈവത്തിൻ്റെ സമയത്ത് നിന്റെ പ്രാർത്ഥനകളുടെ മറുപടി, വർഷങ്ങൾക്ക് മുമ്പേ നീ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ, വർഷങ്ങൾ കൊണ്ട് നീ കണ്ണുനീർ ഒഴുക്കുന്ന ചില കണ്ണുനീർ പരിശുദ്ധാത്മാവ് കേട്ട് പരിശുദ്ധാത്മാവ് ഇതിന് നിനക്ക് മറുപടി തരും. വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.